മൊറോക്കോയിലെത്തിയപ്പോൾ ദേ കണ്ണൂർക്കാരനായ സുനീർ കാൻഡി അവിടുന്ന് സ്പെയിൻ കണ്ട് ഇബ്നു ബത്തൂത്തയുടെ ഖബറിനടുത്തെത്തിയപ്പോൾ ദേ കാണുന്നു കാലിക്കറ്റ്. മൊറോക്കോ എയർപോർട്ടിൽ വന്നിറങ്ങി ബസ്സിൽ യാത്ര ആരംഭിക്കുകയാണ്. യാത്രയുടെ ദിക്റുകൾ അമീർ ചൊല്ലിത്തന്നു. ഇനി നീണ്ടൊരു യാത്രയാണ്. കുറച്ച് സഞ്ചരിച്ച് എയർപോർട്ടിന് പുറത്തെത്തിയപ്പോഴേക്കും വണ്ടി സൈഡാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ബസ് സൈഡായപ്പോഴാണ് പരിചയമുള്ള ഒരു മുഖം പുറത്ത് കാണുന്നത്. അടുത്തെത്തുമ്പോഴാണ് ഇത് നമ്മുടെ സുനീർ കാൻഡിയാണ്. ബ്ലോഗിലൂടെയും സഫാരിയിലൂടെയും മലയാളികൾക്ക് പരിചിതമായ വ്യക്തിത്വമാണ് സുനീർ കാൻഡി. ഇവിടെ ബിസിനസ് ചെയ്യുന്നു. ഗ്രൂപ്പ് അംഗങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. ഓംലെറ്റ്, ഓട്സ്, ജ്യൂസ്, മൊറോക്കൻ ടീ എന്നിവയൊക്കെയാണ് വിഭവങ്ങൾ. മൊറോക്കൻ ടീ ഒഴിക്കുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. റെസ്റ്റോറന്റിന്റെ പരിസരത്ത് തന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട്. പക്ഷെ അതിൽ വെള്ളമില്ല, പേപ്പർ മാത്രം. എല്ലായിടത്തും വൃത്തിയും മനോഹരവുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ച് ബസ്സിലേക്ക് യാത്ര തുടരുന്നു. ടൂർ ഗൈഡ് സ്വയം പരിചയപ്പെടുത്തുകയാണ്. റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് പോകുന്ന സ്ഥലത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇബ്നു ബത്തൂത്തയുടെ ഖബറിടം വരെ സന്ദർശിക്കുന്നുണ്ട് ഇന്ന്. സന്തോഷം. ബസ് ഇപ്പോൾ ഒരു ഹോട്ടലിന്റെ പരിസരത്ത് സൈഡാക്കുകയാണ്. ഈ യാത്രയിൽ ലണ്ടനിൽ നിന്ന് വരുന്ന മലയാളി സുഹൃത്തുക്കളും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഹോട്ടലിലായിരുന്നു താമസം. അവരെയും കൂട്ടി യാത്ര തുടർന്നു. നല്ല റോഡുകളാണ് ഞങ്ങൾ സഞ്ചരിച്ച റോഡുകളെല്ലാം. ഇടയ്ക്കിടയ്ക്ക് ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ കാണുന്നു. പ്രധാനമായും കൃഷിയിടങ്ങളാണ്. മൊറോക്കോ ഒരു രാജഭരണം നിലനിൽക്കുന്ന രാജ്യമാണ്. കൃഷിയും ഫോസ്ഫേറ്റും ടൂറിസവുമാണ് പ്രധാന വരുമാനം. മത്സ്യങ്ങളും മറ്റു കടൽ ഭക്ഷ്യസാധനങ്ങളും എല്ലാം വരുമാനത്തിന്റെ ഭാഗമാണ്. മൊറോക്കോ ദിർഹമാണ് ഇവിടുത്തെ കറൻസി. ഒരു ദിർഹത്തിന് ഏകദേശം ഇന്ത്യൻ റുപ്പിയയിൽ 8.23 രൂപയാണ് വരിക. റോഡിന്റെ വലതുഭാഗം ചേർന്ന വാഹനങ്ങൾ സഞ്ചരിക്കുക. സ്റ്റീറിംഗ് ഇടതുഭാഗത്താണെന്നർത്ഥം. മുഹമ്മദ് ആറാമൻ ആണ് ഇപ്പോഴത്തെ രാജാവ്. അസീസ് അക്നോച്ചാണ് പ്രധാനമന്ത്രി. വിശാലമായ കൃഷിപ്പാടങ്ങൾ കണ്ടാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൃഷി ഒന്നും കൂടെ പ്രൊഫഷണൽ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. മനോഹരമായ കുന്നുകളും താഴ്വാരങ്ങളും കാണാം. ഇടയ്ക്ക് അമീറിന്റെ അനൗൺസ്മെന്റ് വന്നു. നിസ്കാരം അസറിലേക്ക് പിന്തിച്ച് ജമാക്കാമെന്ന്. മലകൾ തുറന്നും റോഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കെ നഗരത്തിന്റെ ഭാഗം കാണാൻ തുടങ്ങി. റബാത്ത് എന്ന മൊറോക്കോയുടെ തലസ്ഥാനത്തേക്ക് അടുക്കുകയാണ്. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്നത്. മൊറോക്കൻ കിരീടാവകാശി വരെ ഇവിടെയാണ് പഠിക്കുന്നത്. പലതരം കൃഷികൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കൃഷിപ്പാടങ്ങളിലെല്ലാം ജോലിക്കാരുമുണ്ട്. ചിലയിടങ്ങളിൽ ഇന്ത്യൻ ഗ്രാമങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചെറിയ കൂരകളും വീടുകളും കാണാം. റെയിൽവേ ട്രാക്കാണ് റോഡിന് സമാന്തരമായി ഇപ്പോൾ പോകുന്നത്. ഇടയ്ക്കൊരു ട്രെയിൻ കണ്ടിരുന്നു. വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അത്രയും വേഗതയുണ്ടായിരുന്നു ട്രെയിനിന്. കാഴ്ച കണ്ടുകൊണ്ടിരിക്കെ അമീറിന്റെ മറ്റൊരു അനൗൺസ്മെന്റ്. നിസ്കാരം മാത്രമല്ല, ഭക്ഷണവും അസറിലേക്ക് പിന്തിക്കാമെന്നായി. സമയം 1:46. ബസ് ഒരു പെട്രോൾ പമ്പിന്റെ പാർക്കിങ്ങിൽ നിർത്തി. ദൂരയാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചുനേരം പാർക്ക് ചെയ്ത് വിശ്രമിച്ചതിനു ശേഷമേ യാത്ര തുടരാൻ കഴിയുകയുള്ളൂ. അത് ഇവിടുത്തെ ഒരു നിയമമാണത്രേ. പാർക്കിങ്ങിൽ പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിസ്കരിക്കാനുള്ള റൂമും റെസ്റ്റോറന്റും വാഷ്റൂമും എല്ലാം. ഇവിടെയും വാഷ്റൂമിൽ വെള്ളമൊന്നുമില്ല. പരിസരം വളരെ മനോഹരമാണ്. പലതരം പൂക്കളുണ്ട്. വെള്ള, മഞ്ഞ, നീല, അങ്ങനെ പലതരം ചെടികൾ, ഭംഗിയുള്ള മരങ്ങളും. ചുറ്റുഭാഗം പച്ചപ്പായി ആകെ ഒരു പോസിറ്റീവ് വൈബാണ്. അവിടുത്തെ നിസ്കാര റൂമിൽ നിന്ന് ലുഹറും അസറും ലുഹറിലേക്ക് മുന്തിച്ച് ജമാക്കി നിസ്കരിച്ചു. യാത്ര തുടർന്നു. ഈ മറച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ? വാഴകൃഷികളാണ് അവ. വാഴ കുലച്ചു നിൽക്കുന്നതായി കാണാം. സമയം ഇപ്പോൾ 2:33 ഭക്ഷണം ഇനിയും വേകുമെന്ന് തന്നെയാണ് അനൗൺസ്മെന്റ്. അപ്പോഴാണ് ഷംസുക്കയുടെ ഇന്നലത്തെ നെയ്യപ്പത്തിന്റെ ബാക്കി വിതരണം ചെയ്യാൻ തുടങ്ങിയത്. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നായി. പുറത്ത് സ്ട്രോബെറി പാടങ്ങൾ കാണാം. ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് 1578 പോർച്ചുഗീസുകാരുമായി യുദ്ധം നടന്ന സ്ഥലമാണ്. ആ റോഡിലേക്ക് നോക്കൂ. ആ കാർ പോകുന്നത് എത്ര മനോഹരമാണ്. യാത്ര ചെയ്യുന്ന ബസ് AC ബസ് തന്നെയാണ്. ചാർജിംഗ് സ്ലോട്ട് ഇല്ല എന്നൊരു നെഗറ്റീവ് മാത്രം. മഹാന്മാർ അവരുടെ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നും ഈ യാത്രയുടെ ഒരു പാഠമാണ്. സമയം 3:48. പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും മഴയും പെയ്തു. കുറച്ചു നേരം യാത്ര ചെയ്തപ്പോൾ വീണ്ടും നഗരത്തിന്റെ ഭാഗങ്ങൾ കാണാൻ തുടങ്ങി. വലിയ ബിൽഡിങ്ങുകൾ, കാറുകൾ, ഒരുപാട് ബ്രാൻഡിന്റെ ഷോറൂമുകൾ. ടാഞ്ചിർ എന്ന പട്ടണത്തിലേക്ക് അടുക്കുകയാണ്. ആ കാണുന്നത് വലിയ സ്റ്റേഡിയമാണ്. ഒരു പെട്രോൾ പമ്പിലേക്ക് ബസ് കയറി. ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി. റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. മഴ പെയ്ത് ചോർന്നതേയുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്നു. ഒലീവും ആ ചായയുമാണ് ആദ്യം വന്നത്. പിന്നെ ചിക്കനും റൊട്ടിയും കൊണ്ടുള്ള മെയിൻ കോഴ്സും വന്നു. ഭക്ഷണം കഴിച്ച് യാത്ര തുടർന്നു. എത്ര വലിയ ടൗൺ ആണെങ്കിലും വൃത്തിയും അച്ചടക്കവുമാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം. ഓവർബ്രിഡ്ജിന് പകരം ഭൂമിക്കടിയിലൂടെയാണ് മിക്ക ക്രോസിങ്ങുകളും. കുറച്ച് യാത്ര ചെയ്ത് ബസ് ഇറങ്ങി. ഇവിടുന്ന് നേരെ
നോക്കിയാൽ സ്പെയിൻ എന്ന രാജ്യം കാണാം. അതെ, ഇവിടെയാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. ഹിജ്റത്ത് 800-കളിൽ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു സ്പെയിനിലേക്ക് പട നയിക്കുകയും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. 800 വർഷം സ്പെയിനിൽ ഇസ്ലാമിക ഭരണമായിരുന്നു. താരിഖ് സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കപ്പലിറങ്ങിയ മലയാണ് ആ കാണുന്ന ജബൽ ത്വാരീഖ്. പിന്നീട് അത് ഇറ്റാലിയൻ ഭാഷയിൽ റോക്ക് ഓഫ് ജിബ്രാൾട്ടർ എന്നറിയപ്പെട്ടു. യൂറോപ്യന്മാർ വിദ്യാഭ്യാസമില്ലാതെ അലയുന്ന കാലത്ത് മുസ്ലിങ്ങളാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി അവിടെ സ്ഥാപിച്ചത്, ജാമിയ ഖുർത്തുബ. കാലാന്തരത്തിൽ ആ ഭരണത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു. വിസയുണ്ടെങ്കിൽ ഇവിടുന്ന് കടലിലൂടെ അരമണിക്കൂർ സഞ്ചരിച്ചാൽ സ്പെയിനിലെത്താം. ചുറ്റുമുള്ള കാഴ്ചകൾ കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. കടലിലേക്ക് നോക്കി ചായ കുടിക്കുന്ന മൊറോക്കക്കാരെ കാണാം. വീണ്ടും യാത്ര തുടർന്നു. തെരുവും പട്ടണവും വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടാണ് യാത്ര. കുറച്ച് യാത്ര ചെയ്ത് ബസ്സിൽ നിന്ന് വീണ്ടും ഇറങ്ങി. ഇവിടെ കാണാനുള്ളത് രോഗസഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ മസാറാണ്. തെരുവിൽ ബുർത്തുഖാൽ പഴുത്തു നിൽക്കുന്നു. ഈ സ്ട്രീറ്റിന്റെ ഭംഗിയൊക്കെ കണ്ടാൽ ഇതൊരു ആഫ്രിക്കൻ രാജ്യമാണോ എന്ന് തോന്നിപ്പോവും. കുടുസായ വഴിയിലേക്ക് ഇറങ്ങി. സ്ട്രോബെറിയും മറ്റു ഫ്രൂട്ട്സുകളും വിൽക്കുന്നു. വ്യത്യസ്ത ഇനം കച്ചവടങ്ങളുണ്ട്. ശക്തനായൊരു നായ ഇതാ. വീണ്ടും ഗല്ലികൾക്കുള്ളിലൂടെ തന്നെ. ഇരു സൈഡിലും കച്ചവടങ്ങളാണ്. നടക്കുന്തോറും വഴി കുടുസായി വരികയാണ്. അങ്ങനെ ചെറിയ വഴികളിലൂടെ ചെന്നെത്തുമ്പോൾ അതാ അവിടെ എഴുതിയിരിക്കുന്നു കാലിക്കറ്റ് എന്ന്. ഇബ്നു ബത്തൂത്തയുടെ മസാറിന്റെ പുറത്ത് അദ്ദേഹം സഞ്ചരിച്ച ഭൂപടത്തിൽ കാലിക്കറ്റ് എന്ന് എഴുതി കാണുന്നു. കേരളീയനായ ഒരാൾക്ക് അഭിമാനിക്കാൻ ഇതിലേറെ വേറെ എന്തു വേണം? 14-ാം നൂറ്റാണ്ടിലാണ് ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാരം. 1325-ൽ മക്കയിലേക്ക് തീർത്ഥാടന യാത്ര പുറപ്പെട്ടതാണ്. പിന്നീട് 29 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അതിനുള്ളിൽ എത്രയോ രാജ്യങ്ങൾ സന്ദർശിച്ചു. അവിടെ സിയാറത്ത് ചെയ്ത് ഞങ്ങൾ തിരിച്ചു. ചുറ്റുഭാഗം വീഡിയോ എടുത്തപ്പോഴേക്കും ബാക്കിയുള്ള യാത്രകൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അവരെ കൂടെ എത്താൻ വേണ്ടി ധൃതിയിൽ ഓടി. ഈ ഗല്ലികളിൽ വഴിയറിയാത്തത് കൊണ്ട് മറ്റു യാത്രക്കാരെ മിസ്സായാൽ പ്രശ്നമാണ്. വഴിയരികിൽ നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ കാലിക്കറ്റ് എന്ന് അവര് തന്നെ വിളിച്ചു പറയുകയാണ്. എന്ത് സന്തോഷം! തിരിച്ചു വരുമ്പോൾ മർഹബ എന്ന് പറഞ്ഞും ചിരി സമ്മാനിച്ചും കൈകൾ തന്നും അവർ ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. തിരിച്ചു ബസ്സിലേക്ക് നടന്നു. വഴിയിൽ ചെറിയ കുട്ടികളെ കാണാം. ടിഷ്യൂ പേപ്പർ വിൽക്കുകയാണ് അവർ. മുകളിലും ഇവരെ കണ്ടിരുന്നു. അവിടുന്ന് പോലീസിനെ കണ്ടപ്പോൾ അവർ ഓടി രക്ഷപ്പെടുന്നത് കണ്ടു. അങ്ങനെ നടന്ന് ബസ്സിനടുത്തെത്തി. സ്ട്രീറ്റ് ലൈറ്റും വിശാലമായ റോഡും അപ്പുറത്ത് വെള്ളവും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ബസ്സിൽ കയറി യാത്ര തുടർന്നു. ഇനി നേരെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഒരു പഴയ ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത്. പഴയ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ആന്റിക് സ്റ്റൈലിലുള്ള ഹോട്ടൽ. കബാബും റൈസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെയാണ് ഭക്ഷണം. ഇനി നേരെ ഹോട്ടലിലേക്ക്. ഹോട്ടലിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ടാഞ്ചിയർ ടൗണിന്റെ പ്രധാന ഭാഗങ്ങൾ കാണുന്നു. ദീർഘമായ യാത്രയുടെ ക്ഷീണമുണ്ട്. ഇന്ന് നല്ല രൂപത്തിലൊന്ന് ഉറങ്ങി നാളെ യാത്ര തുടരണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഒരു കാര്യം കൂടെ, ഉത്തരേന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ശുദ്ധജലത്തിന് പ്രയാസപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. ഒരു ഗ്രാമത്തിലേക്കുള്ള ശുദ്ധജല പദ്ധതി ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമല്ലോ. വീണ്ടും കാണാം.